കഷ്ടപ്പാട് വരട്ടെ, ആപത്തുകൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, എന്നാൽ അതിലൊക്കെ ഞാൻ തളർന്നു പോകുമോ? തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം. അവിടെയൊക്കെ ഞാൻ ആരെ കാണണോ? ഭഗവാന്റെ. അതാണ് ആ വാക്കിൻ്റെ മഹത്വം. എന്തു വന്നാലും ഭഗവാന്റെ എന്ന് പരിശീലിച്ചതുകൊണ്ട് ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കൊന്നും എന്നെ തളർത്താൻ സാധിക്കുന്നില്ല. ഹേ ഭഗവാനെ, ഭവതോ ദർശനം, അങ്ങയുടെ ദർശനമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് തളരുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളൊക്കെ തളരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ കാര്യം കൂട്ടിച്ചേർക്കാത്തത് കൊണ്ടാണെന്ന കുന്തി ദേവി പറയണത്. എന്താ കൂട്ടിച്ചേർക്കണില്ല? ചായയിൽ പഞ്ചസാരയുടെ കാര്യമാണോ പറയുന്നത്? എന്ത് കൂട്ടിച്ചേർക്കണില്ല? ഭഗവാന്റെ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ തളരുന്നത്. മറന്നു പോകരുത്. ഇനിയും ദുഃഖങ്ങൾ വന്നോട്ടെ, അപ്പോഴൊക്കെ ഞാൻ എന്ത് പറയും? ഒക്കെ ഭഗവാന്റെ നിശ്ചയം. അത്രയും നമുക്കും ആവാം കുന്തി ദേവിയെ പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ മതി. എന്ത് വന്നാലും ഭഗവാന്റെ നിശ്ചയം. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞ് നമ്മൾ ഭഗവാന്റെ എന്ന് പറയുമ്പോൾ ആ ദുഃഖത്തിൻ്റെ ശക്തി കുറയുകയും ഭഗവാന്റെ എന്ന ചിന്ത ശക്തി കൂടുകയും ചെയ്യും. അപ്പം ദുഃഖത്തിന് നമ്മൾ തളർത്താൻ പറ്റില്ല. അതാണ് ആ വാക്കുകളുടെ ശക്തി. നേരെ മറിച്ച് എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞു പോയാൽ, എൻ്റെ വിധി എന്ന് പറഞ്ഞു പോയാൽ, എൻ്റെ യോഗം, എൻ്റെ തലയിലെഴുത്തെന്ന് പറഞ്ഞു ഈ ഞാൻ ചെന്ന് ദുഃഖത്തിലേക്ക് അങ്ങോട്ട് കുത്തിനെ അങ്ങോട്ട് വീഴും. അതിന് പകരം ഈ എൻ്റെ എന്നങ്ങോട്ട് മാറ്റി ഭഗവാന്റെ എന്ന് വെക്കുമ്പോണ്ടല്ലോ മനസ്സ് പറയും ഭഗവാന്റെ അല്ലേ, ഭഗവാൻ തന്നതല്ലേ, സ്വീകരിക്കൂ, ഉൾക്കൊള്ളൂ. മാനസികമായി ഉള്ളിൽ നിന്ന് തന്നെ ഭഗവാൻ നമുക്ക് ഉപദേശം തരും. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഇനി കലിയുഗത്തിൽ ബുദ്ധിയുടെ രൂപത്തിലിരുന്നു കൊണ്ട് എൻ്റെ ഭക്തന്മാരെ ഉയർത്തുന്നതാണ്. ഭഗവാൻ നമ്മളെ ഗൈഡ് ചെയ്യും. നിങ്ങൾ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഒന്നും ഭഗവാൻ പറയാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബുദ്ധിയിലൂടെ ഭഗവാൻ പറയും. ഭഗവാൻ തന്നെ പറയുന്ന വാക്കുകളാണേ. ഭഗവാൻ പറയുന്നുണ്ട്, ബുദ്ധിയോഗം ദദാമി എന്നാണ്. നമ്മുടെ ബുദ്ധി നമ്മളെ ബുദ്ധിയുടെ രൂപത്തിൽ ഭഗവാൻ പറയുന്നത് ഈ വഴിക്ക് പൊയ്ക്കോളൂട്ടോ. ഞാനൊരു എൻ്റെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പല സന്ദർഭങ്ങളിലും. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിലായിരുന്നു എൻ്റെ പ്രോഗ്രാം. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അത് ഒരു ദിവസം മുമ്പ് ഭൂകമ്പം, അതിനു മുമ്പ് ബോംബ് സ്ഫോടനം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു തരത്തിലും റോട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാറിൻ്റെ പകുതി വരെ വെള്ളം നിൽക്കുന്നത്. ഞങ്ങളൊരു സ്ഥലത്തെത്തിയപ്പോൾ തന്നെ എൻ്റെ ബുദ്ധി പറഞ്ഞു, ഇന്ന് പോയിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായാൽ ഭാഗവത സപ്താഹത്തിന് ഗുരുവായൂരിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം വഴി വേറെ തിരിഞ്ഞിറക്കണമെന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാളോട് പറഞ്ഞു, ഞാൻ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ടെന്ന്. അവിടെ ഈ മെട്രോ റെയിൽവേ ഉണ്ടല്ലോ, അവിടെ ഒരു 5 മീറ്റർ നടക്കണം. പെട്ടിയൊക്കെ വലിച്ചുകൊണ്ട് ഈ മെട്രോയിൽ ഭയങ്കര തിക്കും തിരക്കും. എന്നാലും ഫ്ലൈറ്റ് പുറപ്പെടുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് എയർപോർട്ടിലെത്താൻ പറ്റി. ആ ഒരു ആലോചിക്കുക. ആ സമയത്ത് ആ ബുദ്ധി തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സപ്താഹത്തിന് ഈ സമയം ഇന്നലെ എത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമായിരുന്നു. കംപ്ലീറ്റ് ബ്ലോക്കായിരുന്നു. അപ്പോൾ ഭഗവാൻ നമ്മളെ ഉത്തരം തരുന്നുണ്ട്, ദേ ഈ തീരുമാനം എടുക്കൂ, ഇതിങ്ങനെ പോയാൽ എത്തില്ല എന്നാണ്. നോക്കൂ, എപ്പോഴാണ് ഭഗവാൻ ഗൈഡ് ചെയ്യാത്തത്? ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഭഗവാൻ ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നോക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ. നമ്മളത് ആ ഉൾവിളി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദിവസവും കുറച്ചു നേരം ആരെ സ്നേഹിക്കണം. അപ്പം നമുക്ക് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? നമ്മൾ ദുഃഖിക്കുന്നുവെങ്കിൽ കാരണം നമ്മളവിടെ ഭഗവാന്റെ എന്ന് ചേർക്കുന്നില്ല. അതിന് പകരം എൻ്റെ വിധി, എൻ്റെ തലയിലെഴുത്ത്, എൻ്റെ യോഗം, എനിക്കെന്ത്, അതങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റി അവിടെ എന്ത് വയ്ക്കണം? ഭഗവാന്റെ. ഇത് സത്യമാണ്. നമുക്കത് പുസ്തകം പഠിക്കാൻ വേണോ? അനുഭവമാണ്. നമ്മുടെ ഒരു പേഴ്സണൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അനുഭവം അല്ലേ? നിങ്ങളുടെയൊക്കെ ജീവിതം നോക്കൂ. ഞാൻ എൻ്റെ അനുഭവം പറയുന്ന പോലെ നിങ്ങൾക്കും അനുഭവങ്ങളുണ്ട് ഇല്ലേ? ഭഗവാൻ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യൂ എന്ന്. പരിശീലിച്ചെടുക്കണം നമ്മൾ. എങ്ങനെ കുന്തി ദേവി പറയണോ, എന്തു വന്നാലും ഞാൻ അതൊക്കെ ഭഗവാന്റെ പ്രസാദമായി, ഭഗവാന്റെ നിയോഗമായി കാണും. എന്നിട്ട് പറയാണ്, ഭഗവാനെ ഇനി ഒരു മോഹമേലോട്ടോ എനിക്ക്. എന്താണത്? ഈ പാണ്ഡവന്മാർ പുത്രന്മാരുടെ കൂടെയാണല്ലോ അമ്മ താമസിക്കുന്നത്. എൻ്റെ
പുത്രന്മാരുടെ സ്മരണയിൽ നിന്നും അവരെക്കുറിച്ചുള്ള വേവലാതികളിൽ നിന്നും, അതൊക്കെയാണല്ലോ ഇപ്പം നമുക്കുള്ളത്, അതിൽ നിന്നൊക്കെ മനസ്സ് മാറി വന്ന് ഒരു ഗംഗാദേവിയെപ്പോലെ ഒഴുകി, ഗംഗ എപ്രകാരമാണോ കടലിലേക്ക് ചേരുന്നത്, എൻ്റെ മനസ്സ് എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി ഭഗവത് ചിന്തകളിൽ മാത്രം നിമഗ്നമായി ഈ ശരീരം വീഴുന്നതിന് മുമ്പ് ആരിലേക്ക് ലയിച്ചു ചേരണം? എന്തൊരു മനസ്സാണ് നോക്കൂ. പറയാണ്, ഒരൊറ്റ കാര്യമുള്ളൂ മനസ്സിനാഗ്രഹം. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേശമേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷവൃഷ്ണിഷു ത്വയിമേ അനന്യവിഷയാം മതിൻ മധുപദേശഃ രതിമുദ്ഗഹദാ ദഗ്ധ്വാ ഗംഗേവൗഘമുദന്വതി. വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹപാശം ചിന്തി. എൻ്റെ മക്കളോടുള്ള സ്നേഹമാകുന്ന പാശം കയറ്, ഇത് ചിന്തി മുറിഞ്ഞു മാറി. ഈ മനസ്സ് ആരെപ്പോലെയാവണം? എപ്രകാരമാണോ ഗംഗ ഒഴുകി സാഗരത്തിലേക്ക് ലയിക്കുന്നത്, അതേപോലെ എൻ്റെ മനസ്സ് ഭഗവത് വിചാരത്തിൽ മുഴുകി അതിൽ നിമഗ്നമായി ആരിലെത്തണം? ഭഗവാനിലെത്തണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രായമാകും തോറും ആരുടെ ചിന്ത ഒഴിവാക്കണം? കുന്തിദേവി നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഈശ്വരനെ അനുഭവിക്കണമെന്ന് മോഹല്ലേ? ഉണ്ടോ ഇല്ലയോ? അനുഭവങ്ങൾ തരേണ്ടത് മനസ്സാണ്. കാരണം മനസ്സില്ലെങ്കിൽ അനുഭവമില്ല. ഉറക്കത്തിൽ നമ്മളെ കൊതുക് കടിച്ചാൽ അറിയുന്നില്ല. ഉണ്ടോ? ഗുരുവായൂരിലാകുമ്പോൾ നല്ലോണം അറിയും നിങ്ങൾ. കൊതുക്, മൂട്ട, ഇതൊക്കെ ഉറക്കത്തിൽ നമ്മളെ എന്ത് കടിച്ചാലും അറിയില്ല. കാരണം മനസ്സില്ല. പരിപൂർണമായി നമ്മളെ അനസ്തീഷ്യ തന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വല്ല വേദന അറിയോ? വേദന അറിയോ? അപ്പോൾ നമുക്ക് വേദനകളൊക്കെ അനുഭവിക്കണമെങ്കിൽ മനസ്സ് വേണം. സന്തോഷവും ദുഃഖവും ഒക്കെ അനുഭവിക്കണമെങ്കിൽ ആര് വേണം? ഈശ്വരനെ അനുഭവിക്കാനും മനസ്സ് വേണം. അപ്പോൾ ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റി ആരുടെ ചിന്ത മാത്രമാവണം? അതാണ് പ്രായമാകുന്നവർക്ക് വേണ്ടി മാത്രമല്ലത്. കാരണം പ്രായമാകുമ്പോഴാണ് മക്കളെക്കുറിച്ചുള്ള വേവലാതി കൂടുക. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചും പേരക്കുട്ടികളെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ച് അവരെന്ത് ചെയ്യണം, ഇവരെന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലായില്ലേ? അവർക്ക് നമ്മളെക്കുറിച്ചുള്ള വേവലാതി ഉണ്ടാവില്ലേ? നമുക്ക് അവരെക്കുറിച്ച് വേവലാതി ഉണ്ടാവും. അതറിയില്ലേ നമ്മൾ. അതുകൊണ്ട് ആ മനസ്സൊക്കെ ഇങ്ങോട്ട് മാറ്റി കുറച്ചു നേരം ആരിലേക്ക് കൊണ്ടുവരണം? അത് പരിശീലിച്ചെടുക്കൂ. നമ്മളൊക്കെ എല്ലാ ചിന്തകളും വിട്ട് കുറച്ചു നേരം ഭഗവാനെ ചിന്തിക്കാൻ പറ്റുക. അവർ സുഹൃതികളാണ്, അവരാണ് അനുഗ്രഹീതര്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ദിവസവും നമ്മളോട് ധ്യാനം ചെയ്യൂ, കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ജപിക്കൂ, ഭജിക്കൂ, എല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾ എന്നെ സ്മരിക്കൂ എന്നാണ്. നോക്കൂ, നിങ്ങൾ ഭഗവാൻ പറയുന്നത് മാം അനുസ്മര ചിത്തം എന്നാണ്. എന്നെ അനുസ്മരിക്കൂ നിങ്ങളുടെ ചിത്തം കൊണ്ട്. മാം അനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. ഈ വാക്കുകൾ വളരെ ഗംഭീരമാണ്, ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ഭഗവാൻ കുന്തിദേവി അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്. കുന്തിദേവി കൃഷ്ണനെ കാണുന്നത് തൻ്റെ ഗുരുനാഥൻ്റെ രൂപത്തിലാണ്. തൻ്റെ സഹോദരനായ വസുദേവൻ്റെ പുത്രനാണ് ആര്? കൃഷ്ണൻ. പക്ഷെ കൃഷ്ണനെ കാണുന്നത് ഗുരുവിൻ്റെ രൂപത്തിൽ. ഭാഗവത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കുന്തിദേവി ആ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, ശ്രീകൃഷ്ണ വൃഷ്ണിസകർഷഭാവനിദ്ര രാജന്യവംശദഹനാനപവർഗവീര്യം ഗോവിന്ദ ഗോത്യസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തേ. യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണനെ ഒരു ഗുരുവായി കണ്ടുകൊണ്ട് ആ പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ മനസ്സിനെ എനിക്കിപ്പോൾ ഉയർത്താൻ സാധിക്കുന്നുണ്ട്. മകൻ മരിച്ചു പോയതുള്ള ദുഃഖമോ, മകനെ കൊണ്ട് കൊല്ലിച്ചതിലുള്ള യാതൊരു കുറ്റബോധമോ, സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകളോ എൻ്റെ മനസ്സിനെ അല്പം പോലും തളർത്തുന്നില്ല, തകർക്കുന്നില്ല. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഞാൻ വേവലാതിപ്പെടുന്നില്ല.
ഇനി നേടിയെടുക്കാനുള്ള ഈശ്വരനെക്കുറിച്ച്, ഇനി അനുഭവിക്കാനുള്ള ഈശ്വരനെക്കുറിച്ച് ഞാൻ എൻ്റെ മനസ്സർപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്നവർ വിഡ്ഢികളാണ്. അവർ ജീവിതം നശിപ്പിക്കാൻ ജീവിതം നശിപ്പിക്കാൻ അവരെ പരിശീലിപ്പിക്കുകയാണ്. എന്നാൽ വിവേകമുള്ളവരെന്ത് വേണം? നേടിയെടുക്കാനുള്ള ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം, അല്ലേ? അനുഭവിക്കാനുള്ള ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം മനസ്സിന് നഷ്ടത്തിലേക്കും താഴാം, നേട്ടത്തിലേക്ക് ഉയരാം. അപ്പോൾ ഉയരാൻ സാധിക്കുന്ന ഒരു മനസ്സിനെ എന്തിനു തളർത്തണം, എന്തിനു നശിപ്പിക്കണം? ഇതാണ് കുന്തിദേവി നമ്മളോട് ചോദിക്കുന്നത്. ഒരു ഗാന്ധാരി നഷ്ടത്തെ ഓർത്ത് സ്വയം ശപിച്ച് കൃഷ്ണനെ ശപിക്കുമ്പോൾ കുന്തിദേവി നഷ്ടത്തെ ഓർത്ത് തളരുകയോ ശപിക്കുകയല്ല, സ്വയം ഉയർന്നുകൊണ്ട് കൃഷ്ണനെ ഗുരുവായി കണ്ടുകൊണ്ട് പറയുന്നു, അവിടുത്തെ കാരുണ്യം കൊണ്ട് എനിക്ക് ബോധ്യമായി ഈ മനസ്സിന് ഇനിയും നേടാനൊന്നുണ്ട്, അനുഭവിക്കാനൊന്നുണ്ട്. അത് മറ്റാരുമല്ല, അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്കുള്ള പരിപൂർണമായ ഒരു അനുഭൂതിയാണത്. ഞാനും ഭഗവാനും ഒന്നായിത്തീരുന്ന ഒരു അനുഭൂതിയാണ്. ഇത് അനുഭവിച്ചുകൊണ്ട് വേണം എനിക്കിവിടുന്ന് പോവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് കുന്തിദേവി ഭഗവാനെ അവിടുന്ന് പോവാൻ അനുവദിക്കുന്നു. അങ്ങനെ ഭഗവാൻ പോവാൻ നിൽക്കുമ്പോഴാണ് മറ്റൊരു തടസ്സം ഭഗവാന്റെ മുന്നിൽ. ഒരു വലിയ മനുഷ്യൻ ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് സമൃദ്ധിയും വേണ്ട, ഞാൻ മാനസികമായി ദുഃഖിക്കുന്നു, എനിക്ക് ഉറക്കമില്ല, എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ എൻ്റെ മനസ്സിനെ കുത്തി നോവിക്കുന്നു. ഭഗവാൻ നോക്കുമ്പോൾ ആരാണ്? ധർമ്മപുത്രർ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, കൗരവന്മാരൊക്കെ കഴിഞ്ഞു, രാജ്യം മുഴുവൻ പാണ്ഡവരുടെ കയ്യിലാണ്, ഇനി അവർ ഭരിക്കേ വേണ്ടു. പക്ഷേ ധർമ്മപുത്രൻ അദ്ദേഹം പറയുന്നു, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് ഭരണം വേണ്ട, എനിക്ക് ഈ രാജ്യവും സമ്പത്തും സമൃദ്ധിയും ഒന്നും വേണ്ട. എൻ്റെ മനസ്സിൽ ഒരു വലിയ ഭാരമുണ്ട് കൃഷ്ണ. കുറ്റബോധത്തിൻ്റെ, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ, വേദനകളുടെ, ദുഃഖത്തിൻ്റെ, ഭയത്തിൻ്റെ ഈ ഭാരം എനിക്ക് ഇറക്കി വെക്കണം. ഞാൻ ധർമ്മപുത്രനാണെന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ അധർമ്മങ്ങളാണ് ചെയ്തത്. ഭീഷ്മ പിതാമഹനെ വധിക്കാൻ ശിഖണ്ഡിയെ മുന്നിൽ വെച്ചു. ദ്രോണാചാര്യരെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പുത്രനെ കൊന്നു എന്ന് നുണ പറഞ്ഞു. ദുര്യോധനനെ കൊല്ലുന്നതിൽ കൂട്ടുനിന്നു, കർണനെ കൊല്ലുന്നതിൽ അതിനും ഞാൻ കൂട്ടുനിന്നു. ഇതൊന്നും ധാർമ്മികമല്ല. നമ്മൾ ധാർമ്മികമായിട്ട് എവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട് കൃഷ്ണ? തൻ്റെ സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ച്, കഴിഞ്ഞുപോയ ദുഃഖങ്ങളെക്കുറിച്ച് അയവിറക്കിക്കൊണ്ട് അതിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ഭാരത്തിൽ നിന്ന് മുക്തനാവണം, എൻ്റെ മനസ്സ് മുഴുവൻ പാപമാണ്, എൻ്റെ മനസ്സ് മുഴുവൻ ദുഃഖമാണ്, എൻ്റെ മനസ്സ് മുഴുവൻ കലുഷിതമാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ധർമ്മപുത്രരോട് കൃഷ്ണൻ, നമ്മുടെ ഗുരുവായൂരപ്പൻ, ഉപദേശം കൊടുത്തു എന്നാണ്. ഭഗവാൻ ഉപദേശിച്ച സമയത്ത് ഭഗവാനോട് പറയാണ്, എനിക്ക് അങ്ങയുടെ ഉപദേശമൊന്നും വേണ്ട, ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് അങ്ങയുടെ ഉപദേശം വേണ്ട. നോക്കൂ നിങ്ങൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ധർമ്മപുത്രന് പറയേണ്ടി വന്നു, എനിക്ക് അങ്ങയുടെ ഉപദേശം വേണ്ട, എൻ്റെ മനസ്സിൻ്റെ ഭാരം തീർക്കാൻ അങ്ങയുടെ ഉപദേശമൊന്നും എന്നെ സഹായിക്കാൻ പോകുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളൊന്നും ധർമ്മപുത്രൻ സ്വീകരിച്ചില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. പ്രശ്നമുണ്ടാക്കുന്നത് മനസ്സാണെങ്കിൽ പരിഹരിക്കേണ്ടതും ആരാണ്? മനസ്സ് തന്നെയാണ്. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുകയാണ്. ആ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ശരീരം ഉപേക്ഷിച്ചത്? ഭീഷ്മര്, നമ്മളൊക്കെ മകരവിളക്ക് കാണുന്ന ആ ദിവസം, ആ മകരജ്യോതി കാണുന്ന സമയത്ത് അദ്ദേഹം മകരം 1-ാം തീയതി സ്വന്തം ശരീരം ഉപേക്ഷിക്കുകയാണ്. എങ്ങനെയാണത്? കൃഷ്ണയേവം ഭഗവതി മനോവൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസമുപാരമ. ഭാഗവതത്തിൽ ഭീഷ്മരുടെ ശരീരം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, തൻ്റെ മനസ്സിനെ ആത്മാവായ ഭഗവാനിൽ പരിപൂർണമായി ഉറപ്പിച്ച് അബോധത്തോടുകൂടി മരിച്ചു എന്നാണ്. ഇന്നിപ്പോൾ എല്ലാവരും മരിക്കുന്നത് അബോധത്തോടു കൂടിയിട്ടാണ്. നമ്മൾ മരിക്കണം എങ്ങനെ? ഭഗവത് ബോധത്തോടുകൂടി മരിക്കുക.
അതിങ്ങനെ പരിശീലിച്ച് വന്നാൽ ബോധത്തോടുകൂടി അത് ശരീരം ഒരു ഉപേക്ഷിക്കുന്ന രീതിയായിത്തീരുന്നതാണ്. പണ്ടുള്ള ഋഷീശ്വരന്മാരൊക്കെ പറയുന്നു മനുഷ്യന് ഈ ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. ഇന്ന് ആത്മഹത്യ എന്ന് പറയുന്നത് അതല്ല, തൻ്റെ മനസ്സ് പരിപൂർണമായി ഈശ്വര ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ശരീരം വേണ്ടാന്ന് ചിന്തിക്കാൻ പറ്റും അത്രേ. അപ്പോൾ ശരീരത്തിൻ്റെ പാട്ടിൽ പോകും, മനസ്സ് മുഴുവൻ ആരിലേക്ക് ലയിക്കും? ഭഗവാന്. അങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇന്നിപ്പോൾ പറയുന്നത് മനുഷ്യന് 3 മനസ്സുണ്ട് എന്നാണ്. 1 ബോധ മനസ്സ്, 2 അബോധ മനസ്സ്, 3 ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഡ്രീം മൈൻഡ് എന്ന് പറയും. നമുക്കൊക്കെ ഉള്ളതാണിത്. ഇപ്പം നമ്മളൊക്കെ ബോധ മനസ്സിലിരിക്കുകയാണ്. ഇനി ഉറക്കത്തിലേക്ക് കടന്നാൽ നമ്മളൊക്കെ അബോധ മനസ്സിലായി. അത് കഴിഞ്ഞാൽ നമുക്കൊരു സ്വപ്ന മനസ്സുണ്ട്. സ്വപ്നം കാണുന്ന ഒരു മനസ്സ്, ഉണർന്നിട്ടുമില്ല എന്നാൽ ഉറങ്ങിയിട്ടുമില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള മനസ്സാണ് ഏത്? സ്വപ്ന മനസ്സ്, ഉപബോധ മനസ്സ്. എന്നാൽ 4മത്തൊരു മനസ്സുണ്ട് എന്നാണ്. അതിനെയാണ് ഭഗവാൻ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് ഭഗവാൻ പറയുന്നത് സുഖവും ദുഃഖവുമെല്ലാം നമ്മുടെ മനസ്സിനെ തളർത്താത്തൊരവസ്ഥ. സുഖം വന്നാലും ദുഃഖം വന്നാലും രണ്ടും ഈശ്വര നിശ്ചയമായി പ്രസാദമായി കണ്ട് ദുഃഖത്തിൽ തളരുന്നുമില്ല, സുഖത്തിലൊട്ട് നമ്മൾ ഒരു അഹങ്കരിക്കുന്നുമില്ലാത്തൊരവസ്ഥ. ഇന്ന് നമുക്ക് സുഖം വന്നാൽ നമ്മൾ, സന്തോഷം വന്നാൽ നമ്മൾ, സന്തോഷം വരുന്ന കാര്യം നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ തോന്നും അല്ലേ? എനിക്കിങ്ങനെ ഒരു കാര്യം നടന്നോ, ഞാൻ വിചാരിച്ചത് നടന്നോ, എനിക്ക് കിട്ടി എന്ന് പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് എൻ്റെ കാര്യം നടന്നു എന്നാണ്. ദുഃഖം വരുമ്പോഴും നമ്മൾ പറയുന്നത് എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക്. അപ്പോൾ ഒന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷം പങ്കുവെക്കും, രണ്ടാമത്തതിൽ നമ്മൾ ദുഃഖം പങ്കുവെക്കും. എന്നാൽ നമ്മൾ കുറച്ചുകൂടി മാനസികമായി ഉയർന്നു കഴിഞ്ഞാൽ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും രണ്ടും ഭഗവാന്റെ നിയോഗമായി കാണുന്നൊരവസ്ഥ ഭഗവാൻ പറയാണ്. ഇങ്ങനൊരു മാനസികാവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ് ഇനിയും ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇതൊന്നും ഡോക്ടർമാരൊന്നും കണ്ടുപിടിക്കാത്തതാട്ടോ. ആ മാനസികാവസ്ഥയുടെ പേരാണ്, അതിൻ്റെ പേരാണ് അവബോധം. എന്താണ് അവബോധം? അതായത് മനസ്സ് പരിപൂർണമായി ഈശ്വരനാണ് എന്നെ നിലനിർത്തുന്നതെന്ന ബോധം. എൻ്റെ ശക്തി എൻ്റെ ശരീരമല്ല, എൻ്റെ ശക്തി എൻ്റെ ബന്ധുക്കളല്ല, ഭാര്യയോ ഭർത്താവോ മക്കളോ അല്ല, എൻ്റെ ശക്തി എൻ്റെ പണമോ ജോലിയോ അല്ല, എൻ്റെ ശക്തി ഗുരുവായൂരപ്പൻ തന്നെ, ഭഗവാൻ തന്നെ, എൻ്റെ അന്തരാത്മാവ് തന്നെ. ഈ ബോധത്തോടുകൂടി മരിക്കുന്നവർക്ക് ഇനി പുനർജന്മ നവിദ്യതേ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തില്ല? അവർക്കിനി പുനർജന്മമില്ല എന്നാണ്. അപ്പം അങ്ങനെയുള്ള മാനസികാവസ്ഥയെക്കുറിച്ചൊന്നും ലോകം ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മുടെ ഋഷിമാരാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ക്രമേണ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്തു വന്നാലും അത് ഭഗവാന്റെ പ്രസാദമായി, നിയോഗമായി അങ്ങനെ പരിശീലിച്ച മനസ്സിനെ ഏത് ബോധത്തിലെത്തിക്കണം? ഒരു സമാധി, സമബോധം. അപ്പോൾ ഏതൊക്കെ ബോധമുണ്ട്? നമുക്ക് 4 ബോധങ്ങളുണ്ട്. ഒന്നാമത്തത് ബോധമനസ്സ്, രണ്ടാമത്തത് അബോധ മനസ്സ്, മൂന്നാമത്തത് ഉപബോധ മനസ്സ്, നാലാമത്തെ സമബോധ മനസ്സ്, അഞ്ചാമത്തത് അവബോധ മനസ്സ്. മനസ്സിലാക്കേണ്ടതല്ലേ? അല്ലേ? വളരെ ഗംഭീരമാണ്. ഭട്ടതിരിപ്പാട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സാന്ദ്രാനന്ദാവ ബോധം, അവിടെ നിന്നാണ് ഭട്ടതിരിപ്പാട് തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ കുട്ടികളിലേക്കൊക്കെ പകർന്നു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിതം. അപ്പം നമ്മളൊന്നും വന്നിരിക്കുന്നത് കേവലം ഇങ്ങനെ ദുഃഖിക്കാനോ തളരാനോ പ്രയാസപ്പെടാനോ ബുദ്ധിമുട്ടാനോ ഒന്നും അല്ല വന്നിരിക്കുന്നത്. നമ്മളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനെ ഉയർത്തി എവിടെ എത്തിക്കണം? ഭഗവാനിലേക്ക് എത്തിക്കണം. അത്ര ഒരു ശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്താനാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അപ്പം ഇപ്രകാരം ആ ഭീഷ്മപിതാമഹൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് അടുത്ത കഥയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ പാണ്ഡവന്മാർ രാജ്യം ഭരിക്കാൻ തുടങ്ങി.